നമസ്കാരം, ഞാൻ പ്രസാദ് ഭരതൻ. ഇന്ന് ഞാൻ എല്ലാവർക്കും ഓർമ്മയിൽ സൂക്ഷിച്ചിരിക്കുന്ന പലരുടെയും ഓർമ്മകൾ ചികഞ്ഞെടുത്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുകയാണ്. പഴയകാല സിനിമാ കൊട്ടകയിലൊന്നായ പുഷ്പ തിയേറ്ററിൻ്റെ കഥ അത് നമുക്കൊന്ന് ഓർത്തെടുക്കാം. ചേട്ടാ, ഇത്തിത്താനം പുഷ്പ തിയേറ്ററിനെ പറ്റി ഓർമ്മയുണ്ടോ? ഉണ്ടോ? ചേട്ടൻ ഒത്തിരി പടം കണ്ടിട്ടുണ്ടോ? അവിടെ ഇരുന്ന് ഒത്തിരി പടം കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ എന്ത് പ്രായമുണ്ട്? ഈ ചേട്ടൻ്റെ ചെറുപ്പത്തിൽ ഈ തിയേറ്റർ ഇവിടെ ഉണ്ടോ? അന്നേരം ഉണ്ടായത്, അതിന് മുമ്പില്ലല്ലേ? ഇത് ഉണ്ടാക്കുന്നതൊക്കെ ഓർമ്മയുണ്ടോ തിയേറ്ററൊക്കെ? അപ്പം ഏതൊക്കെ പടം ഇപ്പം കണ്ടായിട്ടോ ഓർമ്മയിലുള്ളത്? ജയൻ്റെ ഒക്കെ പടം ഉണ്ടോ? ജയൻ്റെ, മോഹൻലാലിൻ്റെ, മമ്മൂട്ടിയുടെ, അതുപോലെ പണ്ട് സത്യൻ്റെ ഒക്കെ പടങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? ചിരിപ്പിക്കുന്നതും പേടിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതുമായ ഒത്തിരി പടങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? അതിൽ ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാണെന്നല്ലോ ഓർമ്മയുണ്ടോ? അങ്ങനെ ഓർമ്മയില്ല, ഓർമ്മയെല്ലാം പോയി. ഇന്ന് നമ്മൾ കണ്ട പടം ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പം ഓർക്കും. അപ്പം നമുക്കിപ്പോൾ ഇവിടെ വീണ്ടും ആ തിയേറ്ററിൻ്റെ എന്തെങ്കിലും ഒരു കൊട്ടക പോലെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നല്ലേ? ഇപ്പം നല്ല ആളൊക്കെ കിട്ടിയത്. അതാണ്. അപ്പം നമുക്ക് ഇപ്പോൾ ആ പാടമുള്ള ഇവിടെ ഒരു ചായക്കട വേറൊന്നുമില്ല അല്ലേ? ഇപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അഭിപ്രായം പറയുക, സബ്സ്ക്രൈബ്. ഇത് ചങ്ങനാശ്ശേരിയിലുള്ള ഇത്തിത്താനം എന്ന ഗ്രാമമാണ്. ഈ പ്രദേശങ്ങളിൽ പണ്ട് എല്ലാ തരത്തിലുള്ള കച്ചവട വസ്തുക്കൾ വന്നിറങ്ങുന്ന ഒരു കടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ കെട്ടുവള്ളങ്ങളും മറ്റും വന്നിറങ്ങി ചരക്കിറക്കുന്ന ഒരു വലിയ കടവ്. ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയായിരുന്നു ഈ ചുറ്റുവട്ടവും മറ്റു പുറത്തുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാർ വന്നുകൂടി അവരുടെ സന്തോഷം പങ്കിട്ടുകൊണ്ടിരുന്ന ഒരു നല്ല സായാഹ്നത്തിൻ്റെ ഒരിടം. എന്നാൽ നാട്ടുചന്തയും ആൾക്കൂട്ടവുമെല്ലാം ക്രമേണ ഇല്ലാതാവുകയായിരുന്നു. അതിനുശേഷം അവിടെ ഒരു കൊട്ടക ഉണ്ടായി. അതാണ് പുഷ്പ തിയേറ്റർ എന്ന സിനിമാ കൊട്ടക. ഈ പുഷ്പ തിയേറ്റർ എന്ന സിനിമാ കൊട്ടകയുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് ജനങ്ങൾ അവിടെ ഒത്തുകൂടിയിരുന്നത്. ഇത്തിത്താനം പുഷ്പ തിയേറ്റർ, നമുക്കതിനെപ്പറ്റി ഒന്ന് ചോദിച്ചാലോ? എൻ്റെ ഓർമ്മയിൽ ഒരു 15 വയസ്സിലൊക്കെയാണ്. 15 ഇല്ല, ഒരു 10-12 വയസ്സ് കാണും. ജയന്റെ അല്ല, നസീറിന്റെയും മതിന്റെ പടത്തിലാണ്. ആ പടം ഇവിടെ ഓടുമ്പോഴാണ് കോളിളക്കം ഒന്ന് സിനിമ ഷൂട്ടിംഗ് നടക്കുന്നത്. ആ സമയത്താണ് ജയൻ മരിക്കുന്നത്. അപ്പം ജയൻ മരിക്കുന്ന സമയത്ത് ഞാൻ അപ്പച്ചിമാര് അച്ഛന്റെ, അപ്പം ആ സമയത്ത് അപ്പച്ചിമാര് ഭയങ്കര കരച്ചിട്ട് ജയൻ മരിച്ചത്. അപ്പോഴെ എന്റെ കുഞ്ഞു പറഞ്ഞു, ഞാൻ അപ്പച്ചി കരയുന്നു, ഞാൻ അപ്പച്ചി കെട്ടിപ്പിടിച്ച് ഞാനും കരഞ്ഞു. ഞാൻ ജയനെന്ന് അത്ര വേണ്ടപ്പെട്ട ആളായിരുന്നു നമുക്ക്. അന്ന് ജയന്റെ പടം ഇറങ്ങുമ്പോഴേ ഇവിടെ എന്തൊക്കെ അലങ്കാരങ്ങളാണ് ഉണ്ടായിരുന്നു അല്ലേ? ഓർമ്മയുണ്ടോ? ഇവിടെ മൊത്തം അലങ്കരിച്ചേ, ഭയങ്കര അലങ്കാരമായിരിക്കും, ചെണ്ടയും മേളവും. നമുക്ക് ജയനൊക്കെ നല്ലൊരു നടനായിരുന്നു. പക്ഷെ അന്നത്തെ കാലഘട്ടം ജയൻ മരിച്ചു കഴിഞ്ഞപ്പോ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ നല്ലൊരു സ്റ്റാറായി വന്നു. അല്ല, ഏറ്റവും അവസാനമായിട്ട് ഇവിടെ കണ്ട പടം എന്ന് പറയാമോ? ലാസ്റ്റ് പടം കണ്ടത് എന്റെ ഒരു അനുഭവം കണ്ടു, മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഒരു പടമാണ് തിരുതോട്ടം. ഏതാ ഒരു പടം? തിരുതോട്ടം. അതാണ് അത് തന്നെ ഓർക്കുന്നത്. കടത്തനമ്പാടി. കടത്തനമ്പാടി. ഭാർഗവീതലേ ഓർമ്മയുണ്ട്? ഭാർഗവീതലേ ഇവിടുന്ന് ഞാൻ ഭാർഗവീതലേ കണ്ടിട്ടുണ്ട്. അമരമൊക്കെ ഇവിടെയാ. ഓർമ്മയുണ്ടോ? സിനിമ ഓർമ്മയുണ്ടോ? അതെ, അതൊരു കാലമായിരുന്നു അല്ലേ? അടിപൊളി കാലമായിരുന്നു. അന്നത്തെ പുഷ്പ തിയേറ്റർ ഇരുന്ന ആ സ്ഥലം ഇന്ന് ഇങ്ങനെയാണ്. ആ ഓർമ്മകൾ നമുക്കൊന്ന് പുതുക്കാൻ വിചാരിച്ചു. ആരോഗ്യവാരം പാട്ടി മധുവിധ കർത്തവ്യ അത്യാഭ്യ കുമാര സംഭവം മുതലായ പടങ്ങളാണ്
നല്ല നല്ല യുവത്വം ചെലവാക്കിയ ഒരു സ്ഥലമാണ് അല്ലേ? യുവത്വം ചെലവാക്കിയ ഒരു സ്ഥലമാണ് നമ്മള് അതിന്റെ അകത്ത് കയറിയ കുറച്ച് പുകയും കപ്പലണ്ടി പുകയിലേക്ക് നിർത്തിയായിരുന്നു. അന്നത്തെ കാലം ഭയങ്കര രസമാണ്. ചായക്കട ഇന്ന് ആകപ്പാടെ ഒരു ചായക്കട മാത്രം അവിടെ ഉണ്ട്. കുഴപ്പമില്ല, നല്ലൊരു ചായക്കട അല്ലേ? നല്ല പഴയകാല ഓർമ്മയുടെ ബാക്കിയായി ഇന്ന് അവശേഷിക്കുന്നത് 1-2 കടകൾ മാത്രമാണ്. അതിലിപ്പോൾ ചായക്കട അല്ലെങ്കിൽ ഒരു ഹോട്ടൽ എന്ന് പറയാൻ ഈ കാണുന്ന ഹോട്ടലാണ്. വലിയ കുഴപ്പമില്ല, തരക്കേടില്ലാത്ത നല്ലൊരു ഹോട്ടലാണ്. ധാരാളം ആൾക്കാർ പുറത്തുനിന്ന് ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നുണ്ട്. വിദ്യാസമ്പന്നനായ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ വിദേശ ജോലി ഉപേക്ഷിച്ച് ഇവിടെ വന്ന് ഇപ്പോൾ സ്വന്തം ഹോട്ടൽ നടത്തി ജീവിക്കുകയാണ്. നല്ല ഭക്ഷണമാണെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. ധാരാളം ആൾക്കാർ രാവിലെയും വൈകുന്നേരവും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാറുമുണ്ട്. സിനിമാ കൊട്ടകയിൽ നിന്ന് ഉയരുന്ന ശബ്ദരേഖയ്ക്ക് പകരമായി ഇന്ന് തിളച്ച എണ്ണയിൽ കിടന്ന് മുരിയുന്ന കോഴിയുടെ മണവും അതുപോലെ ചൂട് ദോശയുടെ സുഗന്ധവും പൊറോട്ട അടിക്കുന്ന ഒച്ചയൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ലൊരു ഹോട്ടലാണ്. അതുമാത്രമാണ് ആളുകൾക്ക് കൂടാനുള്ള ഏക സ്ഥലം. ഇതിലെ കടന്നു പോകുമ്പോൾ പഴയകാല സിനിമാ പ്രേമികളുടെ മനസ്സിൽ പഴയ ചിത്രങ്ങൾ മിന്നിമായും അവരുടെ പഴയ ഓർമ്മകൾ ഒരു നിർവൃതിയോടുകൂടി അവരിങ്ങനെ അയവിറക്കും. അപ്പോൾ അവർക്ക് ഒരു നിരാശ തോന്നും, ഇതെല്ലാം നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത്. പിന്നെ ഇപ്പൊ എത്ര വർഷമായി കാണും? പുഷ്പ തിയേറ്ററിൽ പോയിട്ട് എത്ര വർഷമായി കാണും? തിയേറ്ററിൽ പോയാൽ കുറഞ്ഞൊരു 20-15 വർഷം മേളിലേക്കാണ് എൻ്റെ ഒരു കണക്കൂടി. എനിക്ക് 45 വയസ്സായി. അതാ എൻ്റെ ഒരു കണക്കൂടി തന്നെ ഒരു 15 വർഷം താഴേക്കാണ്. ഇനി നമുക്ക് പുഷ്പ തിയേറ്റർ എന്ന കൊട്ടകയുടെ തൊട്ടടുത്ത് കടയുണ്ടായിരുന്നു ഒരു ചേട്ടനെ കണ്ടിട്ട് അദ്ദേഹത്തോട് ചോദിക്കാം. ഇവിടെ വേറെ കടകളല്ലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്? ഇപ്പൊ ചേട്ടൻ നേരത്തെ പോലെ പുഷ്പ തിയേറ്റർ ഉള്ളപ്പോൾ കടയുണ്ടോ ഇവിടെ? ഉണ്ടല്ലേ? അന്ന് അതിന്റെ സൈഡിൽ ഇരുന്ന കടയാണോ ഇത്? അയ്യോ, അത് ചേട്ടൻ്റെ പേരനെ? അന്ന് ഇവിടെ കടയുണ്ട് ചേട്ടനല്ലേ? മുറുക്കാൻ കട. അപ്പം സിനിമ കാണാൻ വരുന്നവരും ആ സിനിമ കണ്ട് ഇറങ്ങുന്നവരും ആശ്രയിക്കുന്ന ഏക ഒരു കട അത് ഈ സൈഡിലുണ്ടായിരുന്ന കടയാ അല്ലേ? യഥാർത്ഥത്തിൽ ഈ തിയേറ്റർ ആരുടെ ആയിരുന്നു? ഇത് പാലക്കാരുടെ ആയിരുന്നു. അതിന് മുമ്പ് വേറെ ആരുടെ ആയിരുന്നു അല്ലേ? ചാക്കോച്ചൻ എന്ന് പറയുന്ന പാർട്ടിയുടെ ആയിരുന്നു ആദ്യം. പിന്നെ മുള്ളംകുഴിക്കാരെന്നൊക്കെ പറയുന്നു. അതൊക്കെ ചുമ്മാ. അത് പിന്നെ രണ്ടാമത് ചാക്കോച്ചൻ നടത്തി. ചാക്കോച്ചന്റെ പിന്നെ അനന്തരവന്മാര്, പുള്ളി ചാക്കോച്ചൻ കാരണമാണ്. പുള്ളിയുടെ അനന്തരവന്മാരുണ്ട്, തോമാസിനെ ഉപയോഗിച്ചത്. അവരാ പിന്നെ നടത്തിയത്. അത് ശരിയാ. അവരാണ് പിന്നെ മുള്ളംകുഴിക്കാർക്ക് കൊടുത്തത്. ആ കാലത്ത് നഷ്ടമില്ലാതെ ഓടുന്നുണ്ടായിരുന്നു അല്ലേ? മുള്ളംകുഴിക്കാർക്ക് അവര് വിറ്റ് പിന്നെ അവര് ഷെയറിനെ നടത്തി. പിന്നെ അത് നൂതിയർ നടത്തിക്കൊണ്ടുവന്ന് തോമാച്ചൻ എന്ന് പറഞ്ഞ നാട്ടിൽ വേറെ. അതൊക്കെയാ സംഭവിച്ചേ. പക്ഷെ ആലോചിക്കണം, അന്നും വലിയ കുഴപ്പമില്ലാതെ ഓടിക്കൊണ്ടിരുന്ന തിയേറ്റർ അല്ലേ? പിന്നെ നിർത്തിപ്പോകാനുള്ള കാരണം എന്തോ കുടുംബ പ്രശ്നമായിരിക്കും അല്ലേ? കുടുംബ പ്രശ്നമല്ല, ഇവിടെ ഒരു കൊലപാതകം നടന്നില്ലായിരുന്നു. അതാണോ? അതോടുകൂടി ആളില്ലാതായിപ്പോയി. അങ്ങനെയാണല്ലേ? നമുക്ക് ആൾക്കാർ പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യം കാണാം. ഇത് പുഷ്പ തിയേറ്ററിൽ നിന്ന് പേര് കിട്ടുകൊണ്ട് ഇവിടെ എന്ത് നടത്തിയാലും വിജയിക്കുന്ന എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ചേട്ടൻ ഈ കടയ്ക്ക് നടത്തുന്നു. അത് ഞങ്ങളുടെ ഓർമ്മയിൽ ഇത് പുഷ്പ തിയേറ്ററിൻ്റെ ഒരു ഭാഗമാണ്. അത് ഇപ്പം പച്ചക്കറികളൊക്കെയാണ് നടത്തുന്നത്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇവിടെ ആർക്ക് വന്നാലും കാണാം ഈ പുഷ്പ തിയേറ്ററും അതിൻ്റെ പരിസരവും. പക്ഷേ ഇവിടെ വീടായിപ്പോയി, കപ്പയായിപ്പോയി. പിന്നെ ആകെയുള്ളത് ഈ ചേട്ടൻ നടത്തുന്ന ഈ പുഷ്പ തിയേറ്ററിൻ്റെ സൈഡിൽ എത്രയോ കാലം ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ നടത്തുന്ന ഈ ഒരു പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ. ഇത് മാത്രമാണ് നമ്മുടെ ഓർമ്മയിൽ. ഇതെങ്കിലും ആ പുഷ്പ തിയേറ്ററിൻ്റെ ഓർമ്മയ്ക്ക് നിലനിൽക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ? അതിൻ്റെ പേരിൽ അത്രയും നമുക്ക് ഇത് അങ്ങോട്ട് മാറിയ തിയേറ്റർ ഇരുന്നിടത്ത് വീടായിപ്പോയി അല്ലേ? അത് ശരിയാ. അപ്പൊ എല്ലാവരും ഓർമ്മയ്ക്ക് വേണ്ടി ഞാനിത് ഇങ്ങനെ ഇടുക.
പുഷ്പ തിയേറ്റർ. അത് നമുക്ക് മറക്കാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിന് ഒരു ഭാഗമായിരുന്നു. ആദ്യത്തെ പടം തന്നെ കുമാരസംഭവം, രണ്ടാമത്തെ അവസാനം നിർത്തിയ പടങ്ങളും രാജമാണിക്യവും മമ്മൂട്ടിയുടെ രാജമാണിക്യവും കൂട്ടി കടലയും തിന്ന് പൊറോട്ടയും തിന്ന് ഇറച്ചി ചാറും ഒക്കെ കഴിച്ച് ഞങ്ങളെല്ലാം ചെറുപ്പക്കാരും പിള്ളേരും കുഞ്ഞുങ്ങളും എല്ലാവരും കൂടി ഒരുപാട് സ്ത്രീകളും കൊച്ചുങ്ങളും ഞങ്ങളും എല്ലാവരും ഒരുപാട് സന്തോഷപ്പെട്ട ഒരു തിയേറ്ററാണ് പുഷ്പ തിയേറ്റർ. അത് വീണ്ടും എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് അവിടെ വന്നാൽ നമ്മളുണ്ടാവും. ഇപ്പോഴും സത്യം പറയാം, ഇവിടുത്തെ ജനങ്ങള് പകുതി പേരുകളും ഇവിടുത്തെ അച്ചായന്മാരും പകുതി പേരും പടങ്ങളും തന്നെ പ്രേമചന്ദ്ര പാദം വെച്ചാലും എന്ത് വെച്ചാലും ആ പടം ഓടാൻ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവും ഉണ്ട്. പഞ്ചായത്തിനകത്ത് കൊണ്ട് ഇത്തിത്തരം പുഷ്പ എല്ലാം മാറി ഇവിടെ അല്ലേ, മൊത്തം മാറി പറഞ്ഞു. തീർച്ചയായും അതിന്റെ ഡെവലപ്മെന്റ് വന്ന ഇത്തിത്തരം പുഷ്പ തിയേറ്റർ എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു അഭിമാനം തന്നെ.